രാവിലെ അപ്പം ചുട്ടങ്ങ ഇരിക്കുമ്പോഴാട്ടോ എനിക്കത് എന്താ വീഡിയോ എടുത്തുവിടാന്ന് തോന്നിയത്. അങ്ങനെ വീഡിയോ എടുത്തണം. അതിൻ്റെ ഇടയിൽ ഫസിൽ കാൽച്ചായ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഫസിൽ നിന്ന് വിളിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടു. മുട്ടക്കറി ആയിട്ട് ഉണ്ടാക്കണം, അപ്പോൾ അതും അതിൻ്റെ സൈഡിൽ കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഫസിൽ എന്ന് വിളിക്കണേന് ഫസിലിന് ബുദ്ധിമുട്ടില്ല കേട്ടോ, പിന്നെ ബാക്കിയുള്ളവർക്കാണ് ബുദ്ധിമുട്ട്. ഈ 24ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ എന്നാട്ടോ ഞാൻ ചിന്തിക്കണത്. എല്ലാവർക്കും മറ്റുള്ളവരെ മൈനസ് പോയിന്റ് കണ്ടെത്താനാണ് കേട്ടോ നേരം. അവരെന്ത് പറയണോ, അവരെന്ത് ചെയ്യണോ നോക്കി നടക്കാനാണ്. സ്വന്തം ലൈഫൊക്കെ ആരും നോക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചാണ്ട് 7 മണിയായപ്പോൾ അമ്മായിക്ക് ഇഞ്ചക്ഷൻ വെക്കാണ്ടിട്ട് അതിന് പോണ ക്യാനുല കുത്തി വന്നതും കൊണ്ട് വെയിന് തപ്പി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് മോളെ കൊണ്ടാവാതെ എന്നിട്ട് പോയിരുന്നത്. അപ്പോൾ വേഗം ഇഞ്ചക്ഷൻ വെച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നിട്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് വെജിറ്റബിളും ഫിഷൊക്കെ തന്നിട്ടാ. MLT പഠിക്കാൻ പോയിച്ചിട്ട് ഞാൻ ആ വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അക്കൗണ്ടിങ് പഠിച്ചു. അങ്ങനെ അക്കൗണ്ട്സ്, ക്യാഷ്യറായിട്ട്, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ കമ്പ്യൂട്ടറിന് മുന്നിലുള്ള വർക്കായിട്ട് എനിക്ക് താല്പര്യം. ഞാൻ ചെയ്തിട്ടുള്ളതും അങ്ങനത്തെ വർക്കുകളാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് ഫിഷൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു, ഐസ് വിടാൻ വേണ്ടി വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചോറിന് വെള്ളമൊക്കെ വെച്ച് ഫസ്റ്റിൽ ചായ കുടിച്ചു. മോൾ ഉറങ്ങനെയാണ്. മോളെ കൊണ്ടുപോയിട്ടില്ലേന്ന് പോയപ്പെട്ട, കാരണം ഓളെ ഉറക്കത്തിൽ നിന്ന് കൊണ്ടുപോകണ്ടല്ലോ. കാരണം ഉറക്കം ഉണർത്തി ഞാൻ കൊണ്ടുപോയാൽ പിന്നെ എനിക്ക് വന്ന ബാക്കിയുള്ള പണികളൊന്നും എടുക്കലെടുക്കില്ല. അങ്ങനെ ഓക്കുള്ള പൊടിയൊക്കെ ഞാൻ കലക്കി വെക്കണം. എപ്പോഴും വേണമെങ്കിൽ ഓളെ എണീക്കട്ടെ, കാരണം അങ്ങനെ ഉറക്കം ഉണ്ടാവലില്ല. ഇതിൻ്റെ ഇടയിലൊന്ന് എണീറ്റപ്പോൾ ഞാൻ പാൽ കൊടുത്ത് ഓളെ ഉറങ്ങണുണ്ടപ്പോൾ പിന്നെ ഞാൻ ഉണർത്തി കൊണ്ടുവരാതിരുന്നാട്ടോ. അപ്പോഴേക്കും ഫിഷൊക്കെ കട്ട് ചെയ്തു. എനിക്കിങ്ങനെ ഫിഷ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ അമ്മ ഇങ്ങനെ 12 മണിയാവാൻ കാത്തുകൂട്ട. കാരണം എല്ലാ പണിയും കഴിഞ്ഞ് 12 മണി 1 മണിയാവും ഉമ്മാൻ്റെ ഫിഷും ഇതൊക്കെ റെഡി ആവാൻ. എന്നിട്ട് ഞങ്ങൾ ചോറ് കഴിക്കും. കാരണം ഞങ്ങൾക്ക് അവിടെ മജീദാക്കാന്ന് പറഞ്ഞ സ്ഥിരം വാങ്ങേണ്ട കാക്കാൻ്റെ അടുത്ത് നിന്നിട്ട് ഞങ്ങൾ വാങ്ങല്. മൂപ്പര് ഒരു 12 മണിക്ക് ആ ബാങ്ക് കൊടുക്കാൻ നേരത്താണ് കേട്ടോ മൂപ്പര് വരിക. 12 മണി 12:30 ഒക്കെ ആവുമ്പോൾ ഞങ്ങൾ സ്ഥിരം വാങ്ങണ അതിനും കൊണ്ടും മക്കതൊരു ഇതായിരുന്നു. കാരണം ഇപ്പോൾ ഗൾഫിലുള്ള ടൈമിലൊക്കെ ഞങ്ങൾ ചിലപ്പം ഒന്നായിട്ടൊക്കെ ക്യാഷ് കൊടുത്ത് അങ്ങനെയൊക്കെ വാങ്ങലിട്ടാ. മാസാവസാനം അല്ലെങ്കിൽ വർഷാവസാനം ഇപ്പോൾ വരുമ്പോൾ ക്യാഷ് കൊടുക്കും. ഞങ്ങളിങ്ങനെ വാങ്ങിപ്പോരും കേട്ടോ നമുക്ക് ആവശ്യം. ഞാൻ അങ്ങനെ ഇവിടെ തിണ്ടൊന്നും ക്ലീൻ ആക്കിയിട്ടില്ലേന്ന് കേട്ടാ. കാരണം പെട്ടെന്ന് പോയതല്ലേ, നമ്മൾ ചായക്കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ചോറൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ അതൊന്ന് ഇറക്കി വെച്ച് തിണ്ടൊക്കെ ഒന്നിങ്ങനെ തുടച്ച് ക്ലീൻ ആക്കി എടുത്തുട്ടാ. അപ്പോഴേക്കും ഫിഷൊക്കെ ഞാൻ മസാല തേച്ച് വെച്ചിരുന്നേ. മോളെ എണീക്കുമ്പോത്തിനൊന്നും പേടിച്ചാണ്ട് പെട്ടെന്ന് പണികളൊക്കെ തീർക്കുന്നിട്ടാ. കാരണം ഓളെ എണീറ്റ പിന്നെ ഓളെ എടുത്തുകൊണ്ടാണ് ചെയ്യാൻ. കാരണം ഓള് സമ്മതിക്കൂല. എണീറ്റ് വരുമ്പോൾ ഒക്കെ ഒരു കുറുമ്പാണ്. ഓളങ്ങനെ എടുത്തുകൊണ്ട് തന്നെ നിൽക്കണം കേട്ടോ, വെക്കാനും സമ്മതിക്കൂല. അതിൻ്റെ ഇടയിൽ ഓള് കരഞ്ഞ് ഓളെ എണീറ്റുട്ടാ. കരണ്ട് പോയ എൻ്റെ മോള് ഒരു പൊടിക്ക് ഉറങ്ങൂല കേട്ടാ. ഒന്നാണ്ട് കരണ്ട് പോയി അതേപോലെ വന്നു ചെയ്തു. അപ്പോത്തിന് ഓളെ എണീറ്റും ചെയ്തു കേട്ടാ. ഓളെ എണീറ്റ് പാടന്നെ കരണ്ട് വന്നും ചെയ്തു. അങ്ങനെ ഓക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് ഡ്രസ്സ് ഇടാതായിട്ടൊക്കെ എടുക്കലേ. അങ്ങനെ കലക്കി വെച്ചിരുന്നു ഓക്ക് വേണ്ട കുറുക്കിനുള്ളത്. അപ്പം അതൊക്കെ അടുപ്പത്ത് വെച്ച് സെറ്റാക്കണം കേട്ടോ. ഓളെ ഇരുത്താൻ നോക്കിയിട്ട് ഓള് ഭയങ്കര കരച്ചിലായിരുന്നു. ഓളെ ഇരിക്കണില്ല. പിന്നെയും കരണ്ട് പോയിട്ടാ. ആദ്യമൊക്കെ ഓക്ക് കുറുക്കൊക്കെ പനക്കൽക്കണ്ടൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഇടയ്ക്കൊരു ഈത്തപ്പയൊക്കെ അങ്ങനെയൊന്നും യൂസ് ചെയ്തിരുന്നു. അപ്പം ഞാൻ പനക്കൽക്കണ്ട ഇടാതെ ഇങ്ങനെ 3 ഈത്തപ്പയം വെച്ചിട്ടാട്ടോ ഒരു നേരം ഇട്ട് കൊടുക്കും. ഒരു നേരം പിന്നെ ശർക്കര അങ്ങനെ കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ ഒരു കപ്പ് വെള്ളം കുടിച്ചതായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറുക്ക് ഇങ്ങനെ ഒന്ന് റെഡിയായി വന്നപ്പോൾ ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്കണ പോലെ ഉണ്ടായില്ല, ഒരു ബബിള് വന്നിട്ട്. അപ്പം വെച്ചിട്ട് ഞാൻ ഓളെ അവിടെ ഇരുത്തി കേട്ടോ. ഓളെ മേത്ത് കാവണ്ട വെച്ചിട്ട് ഞാൻ ഒരു കപ്പയിൽ നിന്ന് മാറ്റി വെച്ചു. ഞാനും ഒരു നേരം ഇപ്പോൾ രാഗിൻ്റെ ഇത് കുടിക്കലുണ്ട് കേട്ടോ. ബ്ലഡിൻ്റെ ഇതിനൊക്കെ നല്ലതല്ലേ വെച്ചിട്ട്. അങ്ങനെ അത് ചൂടാറാൻ വെച്ചാണ് ഞാൻ ഓളെയും കൊണ്ട് മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട്. അവള് നടക്കാൻ അതിന് ശേഷം ഓക്ക് ഇങ്ങനെ മുറ്റത്ത് ഇറങ്ങി നടക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു 8:45 ആയിട്ടാ. കാരണം ഞങ്ങൾ അയൽവാസി കുട്ടികൾ റെഡി ആയിക്കാണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് എന്നും വരലുണ്ട് കേട്ടോ. ആ നേരം ആകുമ്പോൾ ഓരോ അമ്മ അച്ഛനും വർക്കിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു റെഡി ആയിട്ട് ഞങ്ങളെ വീട്ടിലേക്കാട്ടെ വരിക. അങ്ങനെ ഫിലൂനൊക്കെ കളിപ്പിച്ചിരുന്ന് ഞങ്ങൾ ഓരോട് കുറച്ച് സ്വരമൊക്കെ പറഞ്ഞു ഒരു പോയിട്ടാ. അപ്പോൾ ഒരു പോയി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നു. ഞാൻ അങ്ങനെ TV കാണുന്ന ആളല്ല കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് ആകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ ഒരു സമ്മതിക്കില്ലല്ലോ. എനിക്കാണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ടൈമിംഗ് ആണ്. അങ്ങനെ ഓക്കുള്ള ഫുഡൊക്കെ കൊടുത്തു വന്നപ്പോഴേക്കും കറി ആയിരുന്നു കേട്ടോ. ചെരങ്ങക്കറിയൊക്കെ ഉള്ള ഉള്ളി ഞാൻ അരിഞ്ഞ് വറവിടാനുള്ള ഇതിലായിരുന്നു. അങ്ങനെ വറവ് ഇട്ട ഫിലു ഉറങ്ങിയിരുന്നു കേട്ടാ. ഫുഡൊക്കെ കഴിച്ച് ഓളെ അപ്പിടലും ചെയ്യൊക്കെ പാത്തി ഡ്രസ്സൊക്കെ മാറ്റി ഓള് ഉറങ്ങിയിരുന്നു കേട്ടാ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഫിഷൊക്കെ ഒന്ന് പൊരിക്കാൻ വെച്ച് ചോറൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്ന പാത്രങ്ങളൊക്കെ കഴുകിയപ്പോത്തിന് ഓളോ എണീറ്റ് വന്നു കേട്ടോ. അങ്ങനെ എണീറ്റപ്പോൾ ഞാൻ ഓക്ക് കുറുമ്പ് നിലത്ത് വെച്ചിട്ടാ. അപ്പം അങ്ങനെ ഒരു കസേരയിൽ കയറ്റി ഇരുത്തുകയൊക്കെ ചെയ്തു കേട്ടാ. ഓക്കും വെള്ളത്തിൽ കളിക്കണം, അതിനുള്ള കരച്ചിൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഓളെടുത്ത് കൊടുത്ത് ആക്കിയൊക്കെ ഓളെ കരച്ചിലൊക്കെ മാറ്റിയിരുന്നിട്ടാ. കളിക്കൂടൊക്കെയാണ് പരിപാടി. അങ്ങനെ പണി നീങ്ങൂല, മറ്റേത് ഓളെ ശ്രദ്ധിച്ച് ഇരുന്നാൽ കേട്ടാ. പിന്നെ തട്ടാനും മുട്ടാനും അഭിപ്രായം പറയുന്ന ആളില്ലാത്തതും കൊണ്ട് എനിക്കും മോക്കും ഇങ്ങനെ കുഴപ്പമില്ലാതെ പണിയെടുക്കാനൊക്കെ നടക്കൂട്ടാ. അങ്ങനെ ഞാൻ മീന് പൊരിച്ച് മറിച്ചിടാന പരിപാടിയിൽ എൻ്റെ ഫേസ് കാണുമ്പോൾ ഒരു സന്തോഷമില്ലാത്ത മാതിരി അല്ലേ, എന്താ അറിയില്ല. ഞാൻ വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്യുമ്പോഴാട്ടാ കാണുന്നത്. അങ്ങനെ ഒരു 10:45-11 ആ ടൈം ആയപ്പോത്തിന് മോക്ക് എണ്ണിട്ട് കൊടുത്ത് കുളിപ്പിക്കുക. കറണ്ട് പോയിരുന്നു. അപ്പോൾ ഇരുട്ടായം കൊണ്ട് ഞാൻ പുറത്തുനിന്ന് കുളിപ്പിക്കണേ. ഒക്കെ തല തോർത്തുന്നത്, തലയിൽ തൊടുന്നത്, ഇങ്ങനെ മുടി ചീകി കൊടുക്കുന്നത്, മുടിമ എന്തെങ്കിലും വെക്കണമൊക്കെ ഭയങ്കര ഈറേണ്ടാ. അങ്ങനെ ഓള് പാലൊക്കെ കുടിച്ച് കിടന്നുറങ്ങിയപ്പോഴേക്കും ഞാൻ വേഗം അടിച്ചേരി തുടച്ചുട്ടാ. തുടച്ചുകൊണ്ട് കഴിഞ്ഞത് ഓള് എണീറ്റ് വന്നു. അപ്പോൾ ഓളെ ഇരുത്തിയിട്ട് ഞാൻ അലക്കാൻ
സഹായിക്കണം. മറ്റേ അവളെ നോക്കിയിരുന്നാൽ എനിക്ക് അലക്കലോ പരിപാടിയൊക്കെ ലേറ്റ് ആവും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഒരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട് വന്ന് ഞാൻ ആദ്യം ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഓക്ക് കൊടുക്കാൻ നോക്കണോളൂ വാങ്ങണില്ല. ചെരങ്ങൻ്റെ കഷ്ണമൊക്കെ വാങ്ങി കഴിക്കണ്ടായിരുന്നു കേട്ടോ. ഓക്ക് ഇഷ്ടപ്പെട്ടക്കണോ തോന്നുന്നു. അങ്ങനെ എൻ്റെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഓക്ക് ഭക്ഷണം കൊടുക്കിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ലോണം വിശാലായി ഒന്ന് കിടന്നുറങ്ങിയിട്ടാ. കിടന്നുറങ്ങി എണീറ്റപ്പോഴാണ് ഞാൻ അലക്കിയിട്ടത് വിരിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അങ്ങനെ നേരെ ഞാനും മോളും കയറി വിരിച്ചിടാൻ തുടങ്ങിയിട്ട് അങ്ങനെ വിരിച്ചിട്ടതൊക്കെ എടുത്തും ചെയ്തു. ബാക്കിയുള്ളതൊക്കെ വിരിച്ചിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പം അയൽവാസി കുശലാന്വേഷണമൊക്കെ ചോദിച്ചപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ. അപ്പോഴേക്ക് 4 മണിയായിരുന്നു. അങ്ങനെ അയൽവാസി കുട്ടി സ്കൂളൊക്കെ ഇട്ട് വന്നപ്പോൾ ഓള് കളിക്കാൻ വേണ്ടി ഫിലുവിൻ്റെ ഒപ്പം വന്നു കേട്ടോ. അങ്ങനെ കോഴിക്കൊക്കെ ഉള്ള അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ഒരു പഴമുള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അയൽവാസി കുട്ടി ഓളെ സ്കൂളിൽ നടന്ന കഥയൊക്കെ പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ ചായക്ക് വെള്ളം വെച്ചു. ചായ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നടന്നു വന്നതിന് ശേഷം അണ്ടാശ്ശേരിയൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഓര് വരുന്നത് ഓരോട് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. കാരണം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണേം കൊണ്ട് ഒരു എൻജോയ്മെന്റ് വേണ്ട. അങ്ങനെയൊക്കെയാണ് ഈ കുട്ടികളെ കൂടെ ഇങ്ങനെ കളിക്കാനും ഇങ്ങനെ ഇരുന്ന് സൊറ പറയാനും തൊട്ടളിക്കാനും ഒളിച്ചളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. അങ്ങനെ ഓര് പോയി. ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് 7 മണിയായപ്പോൾ പിന്നെ അമ്മായിക്കിൻ്റെ അടുത്ത് പോയി വന്നു. അങ്ങനെ ഡ്രസ്സ് മടക്കി വെച്ച് വിരിച്ച് സെറ്റാക്കി കിടന്നുറങ്ങി. ബൈ.